ഹായ് ഓൾ, റെനീസ് PSC സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിനെ കുറിച്ച് നോക്കാം. കിട്ടാവുന്ന എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ 2019 ഓഗസ്റ്റ് 5 ബിൽ അവതരിപ്പിച്ച് പാസാക്കി. എന്നാ പാസാക്കിയത്? രാജ്യസഭയിൽ 2019 ഓഗസ്റ്റ് 5. രാജ്യസഭാ അംഗങ്ങളിൽ 125 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 61 പേർ എതിർത്തു. ഇതോടൊപ്പം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന പ്രമേയവും രാജ്യസഭ പാസാക്കി. ഇവിടെ ഓർമ്മിക്കേണ്ട ഒറ്റ പോയിന്റ്, 2019 ഓഗസ്റ്റ് 5 രാജ്യസഭയിൽ ബില്ല് പാസ്സായത്. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ. ബിൽ 2019 ഓഗസ്റ്റ് 6 ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന് അനുകൂലമായി ലഭിച്ചത് 367 വോട്ടാണ്. 67 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതോടെ 2/3 ഭൂരിപക്ഷത്തോടെ പ്രമേയം ലോക്സഭയിൽ പാസ്സായി. ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ രാജ്യസഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 5 ലോക്സഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 6 ഇത് 2/3 ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിൽ പാസ്സായത്. എന്താണ്? 2/3 ഭൂരിപക്ഷത്തോടെ പ്രമേയം ലോക്സഭയിൽ പാസ്സായി. ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഭരണഘടനയുടെ 35A 370 അനുച്ഛേദങ്ങൾ എടുത്തു കളഞ്ഞു. ഇതോടെ ഇനി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയില്ല. എന്താണ്? ആർട്ടിക്കിൾ 370, 35A എന്നിവ എടുത്തു കളഞ്ഞു. ജമ്മു കാശ്മീർ ഇനി കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ജമ്മു കാശ്മീരിൽ നിയമസഭ ഉണ്ടായിരിക്കും. ലഡാക്ക് ഇനി കാശ്മീരിൻ്റെ ഭാഗമല്ല. ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ലഡാക്കിൽ നിയമസഭ ഉണ്ടായിരിക്കില്ല. ഇതാണ് ഈ ബില്ലോടുകൂടി മാറ്റം വന്നത്. നമുക്ക് ആർട്ടിക്കിൾ 370, 35A എന്താണെന്ന് നോക്കാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൻ്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 370, 35A. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1949 ഒക്ടോബർ 17 എന്നാണ്. 1949 ഒക്ടോബർ 17. ആർട്ടിക്കിൾ 370 കരട് തയ്യാറാക്കിയത് ഗോപാലസ്വാമി അയ്യങ്കാർ. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്ന ഭാഗം 21. ഏത് ഭാഗം? ഭാഗം 21. ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്ത് സ്ഥിരമായി താമസമാക്കാനോ സ്ഥാവര വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. എന്താണ് ആർട്ടിക്കിൾ 35A? ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്ത് സ്ഥിരമായി താമസമാക്കാനോ സ്ഥാവര വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിച്ചിരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. ആർട്ടിക്കിൾ 35A രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1954 മെയ് 14. അപ്പോൾ ഇവിടെ 2 ഡേറ്റ് പഠിക്കണം. ആർട്ടിക്കിൾ 370 കൂട്ടിച്ചേർത്തത് 1949 ഒക്ടോബർ 17. എന്നാൽ ആർട്ടിക്കിൾ 35A ഉൾപ്പെടുത്തിയത് 1954 മെയ് 14. ആദ്യത്തെ ഡേറ്റ് 1949 ഒക്ടോബർ 17 ആർട്ടിക്കിൾ 370, 1954 മെയ് 14 ആർട്ടിക്കിൾ 35A. ജമ്മു കാശ്മീരിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു മനോജ് സിൻഹ. ജമ്മു കാശ്മീരിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? മനോജ് സിൻഹ. ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ജമ്മു കാശ്മീർ വിഭജനത്തിന് ശേഷം, അതായത് കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷം 2 ലഫ്റ്റനന്റ് ഗവർണറാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ആൾ ഗിരീഷ് ചന്ദ്ര മുർമുവും രണ്ടാമത്തെ ആൾ മനോജ് സിൻഹയും. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത്? 370(1). ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് ജമ്മു കാശ്മീരിനെ പരിഷ്കരിക്കാൻ വേണ്ടി? ആർട്ടിക്കിൾ 370(1). ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും? ആർട്ടിക്കിൾ 239.
2 ആർട്ടിക്കിളാണ് നമുക്കിവിടെ ഓർത്ത് വയ്ക്കേണ്ട. ആർട്ടിക്കിൾ 370(1) പറയുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 370(1). ജമ്മു കാശ്മീരിൻ്റെ ഭരണം ആർട്ടിക്കിൾ 239 പ്രകാരമായിരിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 239. അപ്പോൾ 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370, 35A എന്നിവ പ്രകാരം ജമ്മു കാശ്മീരിന് ലഭ്യമായിരുന്ന പ്രത്യേക വ്യവസ്ഥകൾ റദ്ദാക്കി. എന്താണ് 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370, 35A എന്നിവ പ്രകാരം ജമ്മു കാശ്മീരിന് ലഭ്യമായിരുന്ന പ്രത്യേക വ്യവസ്ഥകൾ റദ്ദാക്കി. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇവിടെ എന്താണ് ലഡാക്കിൻ്റെ ജമ്മു കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജമ്മു കാശ്മീരും കേന്ദ്രഭരണ പ്രദേശമാണ്, ലഡാക്കും കേന്ദ്രഭരണ പ്രദേശം. ജമ്മു കാശ്മീരിന് നിയമസഭ ഉണ്ടായിരിക്കും, ലഡാക്കിന് നിയമസഭ ഉണ്ടായിരിക്കില്ല. അതാണ് ഇത് രണ്ടിലും വ്യത്യാസം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ആകെ ജില്ലകൾ 20. ജമ്മു കാശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 5. എന്താണ്? ജമ്മു കാശ്മീരിലെ ആകെ ജില്ലകൾ 20ഉം ലോക്സഭാ മണ്ഡലങ്ങൾ 5ഉം. ഓർത്തിരിക്കേണ്ട ഏതൊക്കെ വർഷങ്ങളാണ് നമുക്ക് പഠിക്കാം. ജമ്മു കാശ്മീരിനെ പുനഃസംഘടനാ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷാ. അത് രാജ്യസഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 5. ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. ജമ്മു കാശ്മീരിന് നിയമസഭയുണ്ടാകും, ലഡാക്കിന് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാകും. ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് 2023 കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ജമ്മു കാശ്മീരിലെ പ്രധാന നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന 2 ബില്ലുകൾ രാജ്യസഭ പാസാക്കി. ജമ്മു കാശ്മീർ സംഭരണ ഭേദഗതി ബിൽ 2023, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ 2023 എന്നീ ബില്ലുകളാണ് പാസാക്കിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് ബിൽ അവതരിപ്പിച്ചത്. ഇത് 2023. 2 ബില്ലുകളും ഏകകണ്ഠമായാണ് പാസാക്കിയത്. നമുക്ക് വേണ്ട പോയിന്റ് 2004 നിയമങ്ങളാണ് ഭേദഗതിയോടെ പരിഷ്കരിച്ചത്. ജമ്മു കാശ്മീരിലെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനങ്ങളിലുമുള്ള സംവരണം നിശ്ചയിക്കുന്ന ബില്ലാണ് ജമ്മു കാശ്മീർ സംവരണ ബിൽ 2023. എന്താണ് ജമ്മു കാശ്മീർ സംവരണ ബിൽ 2023? ജമ്മു കാശ്മീരിലെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനങ്ങളിലുമുള്ള സംവരണം നിശ്ചയിക്കുന്ന ബില്ലാണ് ജമ്മു കാശ്മീർ സംവരണ ബിൽ 2023. ഇവിടെ മെയിൻ വേറൊരു പോയിന്റ് ഓർക്കേണ്ടത് 2004 നിയമങ്ങളാണ് ഈ ഭേദഗതിയോടെ പരിഷ്കരിച്ചത്. ആ പോയിന്റ് ഓർമ്മിച്ച് വയ്ക്കുക. ഓർക്കേണ്ട മറ്റൊരു ഡേറ്റാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചത് 2023 ഡിസംബർ 11. എന്നാണ് സുപ്രീം കോടതി ശരിവച്ചത്? 2023 ഡിസംബർ 11 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചത്. ഓക്കെ, മറ്റ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. 370 കേന്ദ്രം റദ്ദാക്കിയത് 2019 ഓഗസ്റ്റ് 5 പഠിച്ചിരുന്നു. നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡേറ്റ്സ് മാത്രം പറയാം. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1949 ഒക്ടോബർ 17. ആർട്ടിക്കിൾ 35A ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1954 മെയ് 14. 2 ഡേറ്റ്. ആർട്ടിക്കിൾ 370 കൂട്ടിച്ചേർത്തത് 1949 ഒക്ടോബർ 17. ആർട്ടിക്കിൾ 35A കൂട്ടിച്ചേർത്തത് 1954 മെയ് 14. ആർട്ടിക്കിൾ 370(1) പ്രകാരമാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ചത്. ആർട്ടിക്കിൾ 230 ഇനി ജമ്മു കാശ്മീരിൻ്റെ ഭരണം പറയുന്ന ആർട്ടിക്കിൾ 239.
അടുത്തത് ആർട്ടിക്കിൾ 370, 35A എന്നിവ പ്രകാരം ഉണ്ടായിരുന്ന പ്രത്യേക വ്യവസ്ഥകൾ റദ്ദാക്കിയ ഡേറ്റ് എന്നാണ്? 2019 ഓഗസ്റ്റ് 5. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷാ. ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. അത് അവതരിപ്പിച്ചത് അമിത്ഷാ. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5. ലോകസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. ജമ്മുകാശ്മീർ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ആകെ ജില്ലകൾ 20, ലോക്സഭാ മണ്ഡലങ്ങൾ 5. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് 2023 ഡിസംബർ 11. ഇത്രയും പോയിൻറ്റ്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ അധികം പോയിൻറ്റ്സ് വരുവാണെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.